വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഞാൻ കൊണ്ടുവരാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-19. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു, നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. മതി, നിങ്ങൾ എന്നെ നോക്കണം. ഇയ്യോബ് ഭയങ്കര ധനവാനായിരുന്നു. 7000 ആടും 3000 ഒട്ടകവും 500 ആൾക്കാരെ 500 പെൺകഴുതയും 100 കണക്കിന് ദാസിദാസന്മാരും. ഞാനിവിടെ ഒരു കാര്യം കൂടെ പറയാം. ദൈവം തന്നതിനെല്ലാം സ്തോത്രം പറഞ്ഞോണം. അർഹിക്കാത്തതൊക്കെ തന്നില്ലേ? ആഗ്രഹിക്കാത്തതൊക്കെ തന്നില്ലേ? എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിനക്ക് തന്നു. ഇതായിരുന്നോ നിൻ്റെ ലെവല്? ഇപ്പം നിന്നെ ഏത് ലെവലിൽ എത്തിച്ചു? അതെല്ലാം ഓർത്തൊരു സ്തോത്രം ചെയ്യ്, ഒരു സ്തോത്രം ചെയ്യ്. ഒരു സൈക്കിൾ സ്വന്തമായിട്ടില്ലായിരുന്ന നിന്നെ, സ്വന്തമായി ഒരു ചെരുപ്പില്ലായിരുന്ന നിന്നെ, സ്വന്തമായി മാറി ഉടുക്കാൻ നല്ല വസ്ത്രമില്ലായിരുന്ന നിന്നെ, അർഹിക്കാത്ത നന്മകൾ തന്നതോർത്ത് സ്തോത്രം ചെയ്തേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവം തന്ന നന്മ നിലനിൽക്കണമെന്ന്? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ജീസസ്, പൊട്ടിപ്പോയ പാത്രം ഒരു കുശവൻ പണിയുന്ന പോലെ ചില വീടുകളെ ദൈവം ചിന്തിക്കാത്ത ലെവലിൽ പണിയാൻ പോവാ. നിന്റെ വീട് തഴയ്ക്കുന്ന ദിവസങ്ങൾ വരുന്നു. നിന്റെ വീട്ടിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങൾ വരുന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നിന്റെ വീടിനകത്ത്